നമ്മള് ഇടുക്കി എത്തിയിരിക്കുകയാണ്. ഇടുക്കി എവിടെയാ? മലങ്കര. മലങ്കര ഡാമിൽ നിന്ന് വെള്ളമായി കാണും കേട്ടോ. കുളിച്ചാലോ? ചാട് ചാട് ഞാൻ ചാടും. ഇപ്പൊ ചാടിയാനെ എന്തൊരു കാമല്ലേ. പുറത്തുനിന്ന് ഒരു നോയ്സും ഇല്ല. പക്കാ പ്രകൃതി. രക്ഷയില്ല. Caught up in the chaos, lost in the crowd, searching for a lifeline, but it's കാണില്ലേ അവിടേക്ക് ചെറുപ്പത്തിലൊക്കെ എനിക്ക് പറഞ്ഞ സ്വർഗയോ നമ്മള് ചെറിയ കുട്ടികളല്ലേ, അന്ന് അതിലൊക്കെ കുളിക്കാറ. നമ്മളെ നാട്ടിൽ നമ്മള് പോണിയല്ലേ എടുക്കുക, പേരൻ്റെ ഉള്ളിൽ കയറി കുത്തിക്കല്ലേ കുളിച്ച നല്ല തണുപ്പ് സെറ്റ് വെള്ളം. അലിയാക്കാരുടെ പാടിയില് എന്ത് ചെയ്തു, ഒരു ജീവനക്കാരനായിരുന്നു, ഈ തോട്ടപ്പണിക്കാരന് റബ്ബർ പാല് വെട്ടാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ അത് ആ വീട് കണ്ടില്ല, ആ വീട് അതുപോലത്തെ വീടുള്ള താമസിക്കുന്നത് അലിയാക്ക. അവന് വീട് അവിടെ ആയിരുന്നു, അവൻ കാണുന്ന പള്ളിയില്ലേ ചാരി. അപ്പൊ അവിടെ പോകാൻ ശ്രമിക്കാം. നമ്മളിപ്പോ അവിടെ പോകാൻ ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. നല്ല രസമാണ്. കൊറേ ഉരുണ്ട് കേസ്. പോവാൻ കേസ്. അവിടെ എവിടെ ഞാൻ പറഞ്ഞ സ്ഥലം, ആ ഷൂട്ടിക്കുന്ന സ്ഥലം. ഏതില്? മറ്റേ കട്ടപ്പനയിലൊക്കെ എത്തി. പക്ഷേ ഏതൊക്കെ സീനുകളുണ്ടല്ലോ ഇവിടെ. ഏത് സീനാ നമുക്ക് കറക്റ്റ് കാണിക്കാം. ആ വീടാ, ഇതാണ് കട്ടപ്പനയിലെ വീട്. ഇനി നമ്മൾ വൈകുന്നേരം കയറാൻ പോണ മലയാണ് ആ കാണുന്നത്. ട്രക്കിങ് കണ്ടിട്ടാ അങ്ങ് ദൂരെ. അതിൻ്റെ ചോട്ടിലാണ് നമ്മളെ റെസിഡൻസ് വരുന്നത്, നമ്മളെ വില്ല വരുന്നത്, നമ്മളടുത്ത 5 സ്റ്റാർ. We're all just trying to survive in a world that's cold and full of strife. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാടിയിലോട്ടാണ്. പാടി എന്ന് പറയുമ്പോൾ ഇവിടെ തോട്ടം തൊഴിലാളികൾ പണ്ട് കാലത്ത് താമസിച്ചിരുന്നതാണ് പുരയിടങ്ങളാണ്. പണ്ട് കാലത്ത് കേക്കോ ഉണ്ടാവില്ല, ഫുൾ ഷെയ്ക്ക് കാരണം ഫുള്ള് റബ്ബർ തോട്ടങ്ങൾ ഒക്കെ വെട്ടിക്കുകയാണ്. ഇതുപോലെ കൈതത്തോട്ടങ്ങളാക്കിക്കപ്പത് നല്ല രസമാണ്. അതിനപ്പുറമാണ് എന്ത്, ഡാമിന്ന് പോണ വെള്ളം, ആറ്റ് പഴയുടെ അപ്പുറം. വെച്ചതല്ല, കുറച്ച് വെച്ചായിപ്പോന്ന് അറിയാം, കാരണം മറ്റിനൊക്കെ കുറച്ചുകൂടി കട്ടിയില്ലത്. നമ്മളെ ആയുസ് പറഞ്ഞമാതിരി റബ്ബർ മരങ്ങൾക്ക് ഒരു ആയുസുണ്ട്. അത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നെ പാല് തരാതാവും റബ്ബർ മരങ്ങൾ. അപ്പോൾ തോട്ടം തൊഴിലാളികൾ മുറിച്ച് കളയും. എന്നിട്ടിപ്പോൾ അങ്ങനെ മുറിച്ചാണ് ഇപ്പോൾ വെച്ചതാണെന്ന് തോന്നുന്നു. കരുത്തൊക്കെ തോട്ടം ഇതെങ്ങനെ ആകെ ഒന്നാകെ എടുക്കല? ഫുള്ളായിട്ട് എടുക്കുന്നത്. ഏതാണ് പൈനാപ്പിൾ ചെടി, ആ ചെടിന്റെ പൈനാപ്പിൾ മാത്രം കട്ട് ചെയ്യും. ബാക്കി പിന്നെ ഇത് പിന്നെ ഉണ്ടാവും, പിന്നെ ഉണ്ടാവും. പിന്നെ എങ്ങനെ വെച്ചാൽ ഇതിന്റെ സൈഡിൽ നിന്ന് വേരുമെന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ വരും. അല്ല ഒരിക്കലും എന്ത് ചെയ്യില്ല, അതൊക്കെ പാടുക്കൊന്നുമില്ല. അതെന്ത് ചെയ്യുക അതല്ലടാ, ഇതിപ്പോ ഒരു വട്ടം ഉണ്ടായി എന്നെ പിന്നെയും ഉണ്ടാവും തന്നെ. അയിമത്തെ ഉണ്ടാവില്ല, ആ ചെടി ഉണ്ടാവില്ല. ആ ചെടിന്റെ സൈഡിൽ നിന്ന് വേറെ കുറെ വന്നിട്ടുണ്ടാവും. അപ്പൊ ആ ചെടി ഓല് പറിച്ചളയില്ലേ? ഇല്ല, അത് അവിടെ തന്നെ നിൽക്കും. അത് പിന്നെ വല്ല ചീനില്ലാണ്ടാവും. അതിന്റെ സൈഡിൽ കൂടെ വേരുമെന്ന് വേറെ വന്നിട്ടുണ്ടാവും. നോക്കിയൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് തന്നെ കാണാം. അതൊക്കെ പുതിയതോ, ഇതൊക്കെ എടുത്ത വിളവെടുത്ത സാധനങ്ങളായി കാണാം. അതിന്റെ സൈഡിൽ നിന്ന് ബാക്കിയുള്ള വന്നിങ്ങളും. പാട്ടൊക്കെ വരുന്നുണ്ടല്ലോ, പാട്ടൊക്കെ വരുന്നുണ്ടല്ലോ. അത് നല്ല നട്ടു ചെയ്യും. വെറും വെയിലല്ലേ, അത് എക്സ്പീരിയൻസ് ഗൈസ്. അതെന്താ ഇവിടെ റബ്ബർ കാടായിരുന്നു ആദ്യം? ഫുള്ള് റബ്ബറും കാടല്ല, റബ്ബറും തോട്ടമായിരുന്നു. പിന്നെ റബ്ബർ പ്രത്യുൽപാദന ശേഷി നിർത്തിയത് കൊണ്ട് പാല് തരാതായി. അപ്പോൾ തോട്ട കർഷകർ എന്ത് ചെയ്തു, റബ്ബറിനെ അങ്ങ് കൊന്നു കളഞ്ഞു. എന്നിട്ട്
എന്നിട്ട് അവർ പുതിയ സന്താനത്തെ ദത്തെടുത്തു. അതാണ് എന്ത് കൈത. കൈത കൈത ചക്ക അല്ലേ, ഞങ്ങളുടെ നാട്ടിൽ കൈത ചക്ക. വല്ല ഗൈസ് വഴിയില്ല ഗൈസ്, പോയി നോക്കാം. അതാണ് പാടി. അയാൾ അങ്ങനെ അങ്ങോട്ട് പോയി. ആ പക്ഷെ അയാളുള്ളപ്പോ ധൈര്യം, അയാളുള്ളപ്പോ ഒരു ധൈര്യം. ഇത് പോലും പോയിട്ട് എത്രയായി? ഇല്ല, അപ്പൊ ഇവിടെ ഒരു പാടിയില്ല, ഒക്കെ പൊളിച്ചെടുക്കും. ഇതേ അവസ്ഥ, നല്ല പാടില്ല. അതെന്തിപ്പോ അങ്ങനെ ഇല്ലാത്ത? ഇതെങ്ങനെയാണ് പാടി പറഞ്ഞാല്? പാടി എന്ന് പറഞ്ഞാൽ പറഞ്ഞ പേര്, അതായത് ഈ തോട്ടം തൊഴിലാളിക്കാരെ അവര് താമസിക്കണ ഇതിന് പറഞ്ഞ കുടിലിന് പറഞ്ഞ പേരാണ്. അങ്ങനെ വാടകക്ക് എല്ലാരും കൂടിയോ, കൊറേ ഫാമിലിയോ? അത് ഈ പറഞ്ഞ എസ്റ്റേറ്റ് മുതലാളികളുടെ അണ്ടർ കുറെ തൊഴിലാളികൾ ഉണ്ട് പറഞ്ഞല്ലോ, തോട്ടം തൊഴിലാളികൾ. അവർക്ക് താമസിക്കാൻ അതന്നെ എസ്റ്റേറ്റ് മുതലാളി കൊടുക്കുന്ന സംഭവം. എന്ത് ഒരു സ്റ്റേ പോലെ കൊടുക്കണത്. പക്ഷെ ഫാമിലി എല്ലാരും പണിക്കാരെല്ലാരും ഉണ്ട്. അതിന്റെ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാവൂല. ഒരു റൂം, ബാത്റൂം ഒക്കെ കണ്ടില്ലേ, വിട്ടിട്ട് 3-4 ഫാമിലീസിന് ഒപ്പം യൂസ് ചെയ്യാൻ പറ്റും. ഈ വീട് മാത്രമുള്ള കൊടുക്കുക? വീട് മാത്രമല്ല കൊടുക്കുക, ഈ അവിടുത്തെ ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ? വീട് മാത്രം, അതന്നെ ഷെഡ് മാത്രം കൊടുക്കും. ബാക്കിയൊക്കെ സാധനങ്ങൾ നമ്മൾ മേടിക്കണം, അത്ര. വഴി കൊടുക്കും, കറണ്ട് ബില്ല്, അതൊന്നും നമ്മൾ അറിയണ്ട. ഇത് പിന്നെ ഓൾക്ക് സ്വന്തമായിട്ട് തന്നെ അതോ? സ്വന്തമായിട്ടല്ല, സ്വന്തമായിട്ടാണ് ഇപ്പൊ ഇവിടെ ഉണ്ടാവില്ല, വേറെ സ്ഥലത്തല്ലല്ലോ. ആ ഒരു വർക്കിന് വന്നപ്പോ ഓല് താമസിച്ച, ആ കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ഓല് പോവും. അങ്ങനെ ഇപ്പോഴും ഉണ്ട് പാടികളുണ്ട്, നമ്മള് വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ട്. ഫാമിലി ആയിട്ട് തന്നെ താമസിക്കാൻ വേണ്ടിട്ടല്ലേ? Trying to break free from this endless game, but human nature's driving me insane. Oh, it's human nature, we're all just trying to survive in a world that's cold and full of strife. Oh, it's human nature. അത് ഓന് മൂവ്മെന്റ് എടുത്ത് എൻ്റെ അടുത്ത് വന്ന് എനിക്ക് ഐഫോണിൽ ഗിംബലും ഉണ്ടാവും, അല്ലെങ്കിൽ ഗിംബലും ആണ്. ഐഫോൺ അത്യാവശ്യം ഇപ്പോൾ സ്റ്റേബിൾ ആണ്. വൈറ്റ് ഇൻസ്റ്റാൾമെന്റ് വാട്ടറിന്റെ ഇതില് നമ്മള് പോകുമ്പോ വേണ്ടില്ലേ, ഗവൺമെന്റിന്റെ വാട്ടർ അതോറിറ്റിയുടെ നീല കളർ. അതിനപ്പുറത്ത് കൂടെയാണ് എന്ത് പോവുക, അതിനപ്പുറത്ത് കൂടെയാണ് മറ്റേ കനാല് പോണേ, കനാലും പിന്നെ അതിന്റെ അപ്പുറത്ത് കൂടെ പാടിങ്ങനെ പോകും. We stumble, fall, and then we rise, learning from the tears in our eyes.